ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈശോ തൻ്റെ സഭയെ പഠിപ്പിക്കുന്നത് തൻ്റെ തിരുമുഖം തുടച്ച ഭക്തസ്ത്രീയായ വെറോനിക്കയെക്കുറിച്ചാണ്. വെറോനിക്ക ആ ഭയാനകരമായ നിമിഷങ്ങളിൽ ആ സമയത്ത് എങ്ങനെയാണ് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുവാൻ ധൈര്യം കാട്ടിയത്, ആ വരം എങ്ങനെ ലഭിച്ചുവെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങളില്ലെന്ന് നമുക്കറിയാം. അതിനാൽ ഈശോ യോഹന്നാൻ 21-25 വചനപ്രകാരം ഈ കാര്യങ്ങളെല്ലാം സമയത്തിൻ്റെ തികവിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇൽ പോയമാടെ ലുമോഡിയ, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ ഇതെല്ലാം ധ്യാനിച്ച് ഈശോയുടെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ധ്യാനിച്ച് വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ് ഈശോ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈശോ ഇങ്ങനെ വെറോനിക്കയുടെ ജീവിതം ചരിത്രം ഇങ്ങനെ നമുക്ക് വിവരിച്ചു തരുന്നു. അത് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ഈശോയുടെ 3-ാം വർഷത്തെ ആദ്യത്തെ സമയത്തെ പെസഹായ്ക്ക് വെറോനിക്ക ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അവൾ ഈശോയുടെ ശിഷ്യയാകാൻ ആഗ്രഹിക്കുന്നു. ഈശോ അവളോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നീ എൻ്റെ ശിഷ്യയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അവൾ ഇങ്ങനെ പറയുന്നു, ചിതറിപ്പാർത്ത യഹൂദ കോളനിയിൽ നിന്ന് ഞാൻ വരികയാണ്. 20 വർഷം മുമ്പേ എന്നെ വിവാഹം ചെയ്ത എൻ്റെ ഭർത്താവ് ഈയിടെ മരിച്ചു. അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ ഒരു പ്രവചനം പോലെ പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ ഭർത്താവിൻ്റെ ശരീരം നീ അടക്കം ചെയ്ത ശേഷം നീ നമ്മുടെ ജന്മനാടായ ജെറുസലേമിലേക്ക് പോകണം. അവിടെ നീ മിശിഹായെ കണ്ടെത്തും. അവനാണ് രക്ഷകനും ഉത്ഥാനം ചെയ്യുന്നവനും. അവനെ നീ സേവിക്കണം. അങ്ങനെ അവൻ സ്വർഗരാജ്യം തുറന്നു തരുമ്പോൾ എൻ്റെ കടങ്ങളെല്ലാം പുറത്ത് ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നീ എന്നെ സഹായിക്കണം. നീ രക്ഷകനെ സേവിക്കണം. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് വെറോനിക്ക ഈശോയോട് പറയുന്നു. ഞാൻ വിധവയാണ്, എനിക്ക് മക്കളില്ല, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. ഞാൻ ഇവിടെ ജെറുസലേമിൽ വന്ന് ജെറീക്കോയിൽ ഒരു വീടെടുത്ത് ഇവിടെ താമസിക്കുകയാണ്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം ഈശോ അവളെ ശിഷ്യയാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശിഷ്യകൾ ഈശോയ്ക്കുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അവരുടെ അടുത്തേക്ക് ഈശോ വിടുന്നു, യോവന്നായുടെ അടുത്തേക്ക്. ജെറുസലേമിൽ വീടുള്ള യോവന്നായുടെ അടുത്തേക്ക് ഈശോ അവളെ വിടുന്നു. അങ്ങനെ അവൾ ശിഷ്യയായിത്തീരുന്നു. പിന്നെ തുടർന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്, ഈശോ ജെറിക്കോയിൽ താമസിക്കുന്ന വെറോനിക്കയുടെ അടുത്തേക്ക് ഈശോയും ശിഷ്യന്മാരും വിശന്ന് വലഞ്ഞ് അവിടെ ചെല്ലുകയാണ്. അവിടെ അടുത്ത് അവൾ സന്തോഷപൂർവ്വം ഈശോയെ സ്വീകരിക്കുന്നു. അവൾക്കറിയാം ഈശോ രക്ഷകനാണെന്ന്. ഈശോ അവളിൽ നിന്ന് ഒരു സഹായം ചോദിക്കുകയാണ്. ഒരു സദുക്കായൻ മാനസാന്തരപ്പെട്ട് ഈശോ അദ്ദേഹത്തെ ജെറീക്കോയിലെ കെറീത്ത് അരുവിയുടെ അടുത്തുള്ള ഗുഹയിലേക്ക് വിടുകയാണ്. പശ്ചാത്തപിച്ച് അവന് പാപപരിഹാരം ചെയ്യുന്നതിന് വേണ്ടി. അത് നാം കാണുന്നത് 1 രാജാക്കന്മാർ 17:4 നാം കാണുന്നുണ്ട്. ആഹാബ് രാജാവിൽ നിന്ന് രക്ഷിക്കാനായി എലിയ പ്രവാചകനെ യഹോവ അവിടേക്ക് കെറീത്ത് നദിയുടെ തീരത്തുള്ള അരുവിയുടെ തീരത്തുള്ള അവിടെ ഗുഹയിലേക്ക് അയക്കുന്നതായി നാം കാണുന്നു. അതേ മാതൃകയിലാണ് ഈ സദുക്കായനെ ഈശോ അങ്ങോട്ട് അയക്കുന്നു പാപപരിഹാരം ചെയ്യാൻ വേണ്ടി. ആ സദുക്കായനെ സഹായിക്കാനായിട്ട് ഈ വെറോനിക്കയോട് ഈശോ സഹായം ചോദിക്കുകയാണ്. അവൾ ഉടനെ അത് സമ്മതം മൂളുന്നു. കർത്താവേ, ഞാൻ നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഈശോ വളരെ ദുഃഖിതനായിരുന്നു. വിശന്നു വലഞ്ഞു വന്ന ഈശോ വളരെ ദുഃഖിതനായിരുന്നു. ഈശോയോട് പറയുന്നുണ്ട്, ഗുരുവേ, നീ വളരെ ദുഃഖിതനാണല്ലോ. നീ രക്ഷകനാണെന്ന് എനിക്കറിയാം. നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ ഉടനെ? ഈശോ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല, കുറച്ച് സമയം കൂടി ഉണ്ട്. അവൾ കരയാൻ തുടങ്ങുന്നു. വെറോനിക്ക ഇത് കണ്ട് ഈശോയുടെ ദുഃഖം കണ്ടിട്ട് കരയുകയാണ്. അപ്പോൾ ഈശോ അവളോട് പറയുകയാണ്, പശ്ചാത്തപിക്കുന്ന സഹോദരനോടും എന്നോടും നീ കരുണ കാണിക്കുമോ? അവൾ ഈശോയുടെ ആ ദൗത്യം ഏറ്റെടുക്കുവാണ്, സദുക്കായനെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അവൾക്കറിയാം ഈശോ രക്ഷകനാണെന്ന്. അപ്പോൾ അവൾ ഈശോയുമായിട്ടുള്ള സംഭാഷണമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്, അവൾ ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് ഉടനെ നഷ്ടപ്പെടുമോ? ഈശോ പറയും, ഉടനെ കുറച്ച് സമയം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ ഇവൾ പറയുകയാണ്, എനിക്ക് രക്ഷകനെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും ഞങ്ങൾക്കറിയാം. ഞാനും എൻ്റെ ഭർത്താവും ഇരുന്ന് യെശയ്യാ പ്രവചനങ്ങളും ദാവീദിൻ്റെ
സങ്കീർത്തനം 22-ാം സങ്കീർത്തനമൊക്കെ വായിച്ച് പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ചോദിച്ചിട്ട് കരയുകയാണ്. അപ്പം ഈശോ അവളെ ആശ്വസിപ്പിക്കുവാണ്, നീ കരയാതിരിക്കൂ, നിൻ്റെ രക്ഷകൻ പാപപരിഹാരം ചെയ്ത് ലോകത്തിന് വേണ്ടി പാപപരിഹാരം ചെയ്ത് കഴിയുമ്പോൾ വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേക്കും, അപ്പോൾ നിനക്ക് സന്തോഷിക്കാം. അങ്ങനെ അവളെ സമാധാനിപ്പിക്കുവാണ്. അപ്പം അവളോട് ചോദിക്കുവാണ്, ഈശോയോട് ചോദിക്കുവാണ്. ആ സംഭാഷണം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, രക്ഷക, അങ്ങ് യേശയ്യാ പ്രവചനത്തിലും ദാവീദിൻ്റെ സങ്കീർത്തനത്തിലും പറഞ്ഞിരിക്കുന്നത് പോലെ അത്രയും സഹനങ്ങളുണ്ടോ, നീ സഹിക്കുവോ? അപ്പോൾ ഈശോ അവളോട് പറയുക, അതും അതിൽ കൂടുതലും ഞാൻ സഹിക്കണം. ഓ എൻ്റെ രക്ഷക, അപ്പോൾ ആര് നിന്നെ ആശ്വസിപ്പിക്കും? ആര് നിന്നെ ആശ്വസിപ്പിക്കും? മരിക്കാൻ ആര് നിന്നെ വിട്ടുകൊടുക്കും? അപ്പോൾ ഈശോ പറയുകയാണ്, എൻ്റെ ശിഷ്യരുടെ സ്നേഹവും പ്രത്യേകിച്ച് എൻ്റെ ശിഷ്യകളുടെ സ്നേഹവും എന്നെ ആശ്വസിപ്പിക്കും. വെറോനിക്ക പറയുകയാണ്, അപ്പോൾ എൻ്റെ സ്നേഹം ഉണ്ടായിരിക്കും, കാരണം ഒരിക്കലും ഞാൻ എൻ്റെ രക്ഷകനിൽ നിന്ന് അകന്നു പോകുകയില്ല. ഓ കർത്താവെ, ഒന്ന് മാത്രം എന്നിൽ നിന്ന് എന്തു പരിഹാരം വേണമെങ്കിലും ആവശ്യപ്പെടുക, എന്നാൽ ആ സമയത്തേക്കായി എനിക്ക് പുരുഷന്മാരുടെ ധൈര്യം തരണമേ. പിന്നെ ദാവീദിൻ്റെ സങ്കീർത്തനം 22 എടുത്തിട്ട് അവൾ ചോദിക്കും, ഈശോയോട് പറയുകയാണ്, നിൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷണം പോലെ വരണ്ടിരിക്കുമ്പോഴും നിൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുമ്പോഴും അത്രയധികം നിനക്ക് ദാഹിക്കുമ്പോൾ, മുഖം മൂടി കളയുന്ന ഒരു കുഷ്ഠരോഗിയെപ്പോലെ നീ ആയിത്തീരുമ്പോൾ, രാജാക്കന്മാരുടെ രാജാവായി നിന്നെ ഞാൻ അംഗീകരിക്കുവാനും ഭക്തിയുള്ള ഒരു ദാസിയെപ്പോലെ നിന്നെ സഹായിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. അവൾ ആ വരം ചോദിക്കുവാണ് ഈശോയോട്. ഓ എൻ്റെ ദൈവമേ, മുറിവുകളിൽ ഏൽപ്പിക്കപ്പെടുന്ന നിൻ്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ, കാരണം അന്ന് എൻ്റെ ഹൃദയവും നിൻ്റേതുപോലെ മെഴുകുപോലെ ഉരുകുന്ന വിധത്തിൽ ഉരുകും. ദുഃഖത്താൽ എൻ്റെ ഹൃദയവും ഉരുകും. അവൾ കുത്തി നിന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കരയുവാണ്. എന്നിട്ട് ഈശോയെ നോക്കിക്കൊണ്ട് യാചിക്കുവാണ് ഈ വരം. അപ്പോൾ ഈശോ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് അവളോട് പറയുക, അതെല്ലാം നിനക്ക് ലഭിക്കും. എനിക്ക് നിൻ്റെ സഹതാപം ഉണ്ടാകും. അത് എൻ്റെ കൂടെ കഴുകുമരത്തിലേക്ക് വരും, പിന്നീട് അത് സ്വർഗത്തിലേക്ക് ഉയരും. എന്നേക്കും അത് നിനക്ക് കിരീടമായിരിക്കും. മാലാഖമാരും മനുഷ്യരും ഏറ്റവും മനോഹരമായ സ്തുതി നിന്നെക്കുറിച്ച് ഉരുവിടും. ആപത്തിൻ്റെയും പാപത്തിൻ്റെയും സംശയത്തിൻ്റെയും സമയത്തെ അവൾ വിശ്വസ്തയായിരുന്നു. അവൾ പാപം ചെയ്തില്ല. അവൾ അവളുടെ കർത്താവിനെ സഹായിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവളെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ച് അങ്ങനെ ആ സംഭാഷണം അവിടെ തീരുവാണ്. അതിനാലാണ് ആ ഭയാനകരമായ ആ സമയത്ത് ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ വെറോനിക്ക ഈശോയുടെ മുഖം തുടയ്ക്കാനായിട്ട് ധൈര്യപൂർവ്വം പട്ടാളക്കാരുടെ ഇടയിലൂടെ മുന്നോട്ട് വരുന്നത്. ഇതെല്ലാം ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. ആ വരം അവൾ ചോദിച്ചു വാങ്ങിയതാണ്. പിന്നീട് തുടർന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം ദുഃഖിതയായ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ഈ തിരുമുഖ തൂവാല അവൾ സമർപ്പിക്കുന്നുണ്ട്, സമ്മാനമായിട്ട് നൽകി പരിശുദ്ധ അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ മനോഹരമായി ദീർഘിപ്പിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വെറോനിക്കയെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ് ഈശോ ഇതെല്ലാം നമുക്ക് സഭയ്ക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ സ്വീകരിക്കുക. ഈശോയുടെ 2ാം വരവിനായി നാം കൂടുതലായിട്ട് ഒരുങ്ങുക. അതിനുവേണ്ടിയാണ് ഈശോ നമുക്കിതെല്ലാം പറഞ്ഞ് നമുക്കിത് സ്വീകരിച്ച് ഈശോയെ വെറോനിക്കയെ പോലെ ആയിത്തീരാൻ ശ്രമിക്കാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. താങ്ക് യു.